ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ തേങ്ങാ ചട്നിയുടെ റെസിപ്പിയാണ്. ദോശയ്ക്കും അതുപോലെ തന്നെ ഉഴുന്നുവടയ്ക്കുമെല്ലാം പറ്റുന്ന നല്ല അടിപൊളി തേങ്ങാ ചട്നിയുടെ റെസിപ്പിയാണ്. സാധാരണ എല്ലാവരും ചട്നി ഉണ്ടാക്കുമ്പം ശരിയാവുന്നില്ല, തിളച്ച് കഴിഞ്ഞാൽ വെള്ളം വിട്ടു പോകുന്നെല്ലാം പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല. നമ്മൾ ഈ ചമ്മന്തി നന്നായിട്ട് തിളപ്പിച്ചാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ നല്ല പഞ്ഞി പോലെ ചമ്മന്തി തന്നെ നമുക്ക് കിട്ടും. ഇതിനു വേണ്ടി ഞാൻ ഏകദേശം 2 കപ്പ് തേങ്ങ ചിരവിയെടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ ഈ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 2 പച്ചമുളക് കീറിയത് ചേർക്കാം. നല്ല എരിവ് വേണമെങ്കിൽ നമുക്കൊരു 3-4 പച്ചമുളക് ചേർക്കാം. പക്ഷേ ചട്നിക്ക് സാധാരണയായിട്ട് ഒത്തിരി അങ്ങ് എരിവുണ്ടാകാറില്ല. ഇനി ഇതിലേക്ക് 2 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അരയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 170 ml വെള്ളമാണ് ചേർത്തേക്കുന്നത്. ജാറടച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇവിടെ ഇപ്പം നല്ല പാകത്തിന് അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിത് താളിച്ചെടുക്കണം. താളിപ്പിലാണിത് ശരിക്കും നല്ലൊരു ചമ്മന്തിയായിട്ട് മാറുന്നത്. ഒരു ചട്ടി ചൂടാക്കി അതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കാം. കുറച്ച് വേപ്പിലയും കൂടി ചേർത്തൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം ഹൈയിലാക്കി വെച്ചേക്കണം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. പോരാത്ത വെള്ളം കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 80 ml വെള്ളം കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ആ മിക്സിയുടെ ജാറിലേക്കിട്ട് ആ അരപ്പ് കൂടി ഒന്ന് എടുത്തിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല തീയിൽ കുറച്ച് സമയം തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. ഇത് ഇങ്ങനെ തന്നെ ഇളക്കാതെ കുറച്ച് സമയം നമ്മൾ തണുക്കാനായിട്ട് വെക്കണം. ചെറുതായിട്ട് തണുത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ചമ്മന്തി വെള്ളമൊന്നും വിട്ടുപോകാണ്ട് നല്ല സൂപ്പറായിട്ട് നിൽക്കും. ദോശയ്ക്കെല്ലാം കഴിക്കാനായിട്ട് നല്ല പഞ്ഞി പോലത്തെ ചമ്മന്തി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.